കെ സുധാകരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ തുടരണം ഈ നേതൃത്വം എന്ന മുദ്രാവാക്യവുമായി തൊടുപുഴയിലും മൂവാറ്റുപുഴയിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ധീരമായ നേതൃത്വം, സേവ് കോൺഗ്രസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളോട് കൂടിയ ഫ്ലക്സ് ബോർഡുകൾ തൊടുപുഴയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും മൂവാറ്റുപുഴ ടൗൺ മേഖലയിലുമാണ് പ്രത്യക്ഷപ്പെട്ടത്. കെ സുധാകരനെ അനുകൂലിച്ച് സംസ്ഥാനത്തെ പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാസർഗോഡ് DCC ഓഫീസിന് മുന്നിലും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലക്സിൽ പറയുന്നു. യുദ്ധം ജയിച്ച് മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് തുല്യമാണെന്നും ഫ്ലക്സിലുണ്ട്. സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചു. ജനനായകൻ KS തുടരണമെന്നാണ് പോസ്റ്ററിലുള്ളത്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത്. അതേസമയം KPCC അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നീക്കങ്ങൾ ആരംഭിച്ചു. ഇതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും എന്നാൽ മാറ്റം അനിവാര്യമെന്ന നിലപാടിലും മാറ്റമില്ലെന്നും ഹൈക്കമാൻഡ് നേതാക്കൾ അറിയിച്ചു. കെ സുധാകരൻ മാറ്റത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം വൈകില്ലെന്നാണ് പ്രമുഖ നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം. എന്നാൽ KPCC പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ച് നീങ്ങാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതേസമയം കെ സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്തിയ ശേഷം സുധാകരൻ നിലപാട് തിരുത്തി എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പരാതി. അതുകൊണ്ട് തന്നെ പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി എത്താനുള്ള സാധ്യത ഏറെയാണ്. കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ആന്റോ ആന്റണിക്ക് ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.